ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ നെറ്റി കണ്ടറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്നാണ് കരിക്കുറി അഥവാ ആഷ് മൺഡേ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കരിക്കുറി നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ തേക്കണത്? അപ്പോൾ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. അതൊക്കെ എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം. ബൈബിൾ ആരും വായിക്കില്ല. അപ്പോൾ ബൈബിളിൽ യോന എന്നുള്ളൊരു ചെറിയൊരു പുസ്തകമുണ്ട്. പഴയ നിയമത്തിൽ ചെറിയ പുസ്തകം, ആകെ 3 പേജ് കൊണ്ടുള്ളൂ. അപ്പോൾ അതിൽ യോന പ്രവാചകൻ എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട്. അപ്പോൾ പ്രവാചകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും, അങ്ങനെ ഒരാൾ. അപ്പോൾ യോന പ്രവാചകൻ്റെ അടുത്ത് ദൈവം പറയാണ്, നിനവേ എന്നൊരു നഗരം, ഒരു വലിയൊരു നഗരമാണ്. അപ്പോൾ അതിലുള്ള ആൾക്കാർ പാപമൊക്കെ ചെയ്ത് ഇങ്ങനെ ദൈവത്തിനെ മറന്ന് അവർ തെറ്റായ രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവം യോനാൻ്റെ അടുത്ത് പറയും, നീ അവിടെ പോയിട്ട് അവരോട് പറയണം, എന്തിനാ നിങ്ങളുടെ രീതികളൊക്കെ മാറ്റിക്കോ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറയും. അപ്പോൾ ഈ യോന പ്രവാചകന് ഈ നിനവേക്കാരോടൊരു അവരെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ വിചാരിച്ചു, അത് വേണ്ട, ദൈവം പറഞ്ഞനുസരിക്കാണ്ട് വേറെ വഴിക്ക് പോവുക. അപ്പോൾ വേറൊരു കപ്പലിൽ കയറി ഈ യോന പ്രവാചകൻ അങ്ങോട്ട് നാട് വിടുമ്പോൾ കടലങ്ങട് ഇതാവും, രോഷാകുലനായി, അതിങ്ങനെ ആകെ ബേടാവും. അപ്പോൾ അതിൻ്റെ ഈ കപ്പലിൻ്റെ താഴത്ത് ഇവിടെ യോന പ്രവാചകൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ കപ്പിതാൻ വന്നിട്ട്, എന്തിട്ട് കിടന്ന് ഉറങ്ങണേ, എനിക്ക് ഇവിടെ കടൽ ഇതൊക്കെ ആകെ സീനാണ്. അപ്പോൾ കപ്പലിലുള്ള പലരും പല പല ദൈവങ്ങളെ ആരാധിക്കുന്നവരാ. അപ്പോൾ അവരിങ്ങനെ അവരവരുടെ ദൈവത്തെ ഇങ്ങനെ വിളിച്ചപേക്ഷിക്കും. പറഞ്ഞു, നീ ഏത് ദൈവത്തിനും വിളിച്ചപേക്ഷിക്കും, നീ ഒന്ന് ഇത് പറയുക. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവായ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് പേടിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്താണ് ഇതിൽ നിന്ന് ഒരു രക്ഷാമാർഗം? അപ്പോൾ പറഞ്ഞു, ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടാവണേ, ഞാൻ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചില്ല. ആൾ പറഞ്ഞു നിനവേക്ക് പോയിട്ട് അവിടെ അടുത്ത് പ്രഘോഷിക്കാൻ പറഞ്ഞു, ഞാനത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കടലൊക്കെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ അടുത്ത് ഈ കടലിലേക്ക് വീക്കിക്കോ. അപ്പോൾ അവർക്കൊക്കെ ആകെ ടെൻഷനായി, ഇത് എന്നിട്ട് ചെയ്ത് ഒരാളെടുത്ത് കടലിലേക്ക് വീക്കുക. അപ്പോൾ അവരും ദൈവത്തിൻ്റെ അടുത്ത് അവർ പെട്ടെന്ന് പേടിക്കുക, ഈ കടൽ ഇതൊക്കെ ഇങ്ങനെ ആവണം കണ്ടിട്ട്. അപ്പോൾ പേടിച്ചിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ആളിങ്ങനെ പറഞ്ഞാൽ എന്നിട്ട് ലാസ്റ്റ് യോന പ്രവാചകനെ എടുത്ത് അങ്ങോട്ട് കടലിലേക്ക് വീക്കും. അപ്പോൾ കടലിലേക്ക് വീക്കുമ്പോൾ ആള് തന്നെ യോന പ്രവാചകൻ പറഞ്ഞിട്ട് തന്നെയാണ് ആളെ കടലിലേക്ക് എടുത്ത് വീക്കണേ. അപ്പോൾ തന്നെ കടൽ ശാന്തവും. അപ്പോൾ അവരൊക്കെ പേടിക്കും. അപ്പോൾ അവർക്കൊരു മനസാന്തരം വന്നു. അപ്പോൾ അതങ്ങനെ യോന പ്രവാചകൻ അപ്പോൾ വെള്ളത്തിൽ വീണത് കഴിയുമ്പോൾ വലിയൊരു മത്സ്യം വന്ന് യോന പ്രവാചകനെ തിന്നും. അപ്പോൾ വലിയൊരു മത്സ്യം എന്ന് പറഞ്ഞിട്ടുള്ളൂ ബൈബിളിൽ, അത് തിമിംഗലാന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ പലരും ഇതിന് തിമിംഗലം എന്ന് പറയാനുണ്ട്. വെയിലായിട്ട്, അത് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലാണ് അത് വെയിലായ, പക്ഷെ ശരിക്കും ഒരു വലിയൊരു മത്സ്യം. ഇത് എന്താണെന്നറിയില്ല, കടലിൽ തിമിംഗലത്തിനെക്കാട്ടും വലിയ മത്സ്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു ഭാഗം, അത് നീലാട്ടെ. അപ്പം അങ്ങനെ ഒരു മത്സ്യം വിഴുങ്ങി. ഇപ്പോൾ യോന പ്രവാചകൻ വേറെ വഴിക്ക് പോയതാണ്, പക്ഷേ ഈ മത്സ്യം നേരെ യോന പ്രവാചകനെ കൊണ്ട് ഈ നിനവേൽ എന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ട് ഛർദ്ദിക്കും. അപ്പോൾ അതിൻ്റെ തീരത്ത് ഛർദ്ദിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറേ നടക്കണം. അപ്പോൾ നടന്ന് പ്രവാചകൻ ഉള്ളിലോട്ട് പോയി അറ്റെത്തി. ഒരു 3 ദിവസം നടക്കണം, അത് കംപ്ലീറ്റ് ആണെങ്കിൽ. ഒരു ദിവസം നടന്ന് ഉള്ളിലേക്ക് എത്തി കഴിയുമ്പോൾ പറയും, ദൈവം നിങ്ങളുടെ രീതികളൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, 40 ദിവസത്തിനുള്ളിൽ ഫുള്ളും ആള് നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആളവിടെ നിന്ന് പതിയെ എല്ലാവരുടെ അടുത്തും ഇതൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ, പക്ഷെ അവിടെ ഉള്ള ആൾക്കാർക്ക് പിന്നെയും ഇത്തിരി ബുദ്ധി ഉണ്ടായി. അവർ ഇത് വിശ്വസിച്ചു. അവിടുത്തെ ആൾക്കാർ പേടിച്ചു. ദൈവത്തിൽ ഭയമുള്ളവരായിരുന്നു അവർ. അവരുടെ രീതികളൊക്കെ വിട്ടു. ആ രാജാവ് വരെ ആളുടെ വസ്ത്രം ഉപേക്ഷിച്ച് ഈ കരി മേത്ത് തേച്ച് ചാക്ക് വസ്ത്രം അണിഞ്ഞ് ചാരത്തിലിരുന്നു. അപ്പോൾ അവരത്രത്തോളം ഭയപ്പെട്ടു. അവരവരുടെ രീതികൾ മാറ്റി. ദൈവം അപ്പോൾ ഇങ്ങനെ നശിപ്പിക്കും, 40 ദിവസത്തിൽ നശിപ്പിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ പേടിച്ച് അവരവരുടെ രീതികളൊക്കെ മാറ്റി. എന്നിട്ട് അവർ ഉപവാസം ഇതൊക്കെ എടുത്ത് അവിടെ ഉള്ള എല്ലാവരും ശുദ്ധിയായിട്ട് ഇങ്ങനെ ഇരുന്നു.
കഴിഞ്ഞ് 40 ദിവസമായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇങ്ങനെ നടക്കും, പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കും. പക്ഷെ ഇതവിടെ നടന്നില്ല. അപ്പോൾ വീണ്ടും യോന പ്രവാചകനാകെ ബേടായി, ഇത് നടന്നില്ലല്ലോ. അപ്പോൾ ആളവിടെ നിന്ന് വിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട്, ഇപ്പോൾ പ്രവാചകന്മാർക്കൊരു പ്രത്യേകത, അത് പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ ദൈവത്തിന് അവരോട് എന്താ പറയുക ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ഒരു ഇത് അവരെ കണക്ഷൻ പോയി എന്നുള്ളൊരിതാണ്. ദൈവം പറഞ്ഞിട്ടാലേ ഇവരിവിടെ വന്ന് പറയാൻ. എന്നിട്ട് അത് അങ്ങനെ നടന്നില്ലെങ്കിൽ ദൈവത്തിന് അവരോടൊരു ഇഷ്ടമല്ല. അങ്ങനെ ഒരു തരം ചിന്താഗതി. അപ്പോൾ യോന പ്രവാചകൻ അവിടെ നിന്ന് പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു വളയടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ അവന് തണലേകാനായിട്ട് ദൈവം ഒരു മരം അവിടെ മുളപ്പിക്കും ഒരു ദിവസത്തിൽ. ഇപ്പോൾ ആൾ വന്ന് വളയടിച്ചു, വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പെട്ടെന്നൊരു മരം വന്ന് മുളച്ചിതാക്കിയായി. അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്ക് സന്തോഷമായി. ഇപ്പോൾ ആൾ ദൈവത്തെ ആരാധിച്ചു. പിറ്റേ ദിവസമായി. അപ്പോൾ ദൈവം ഒരു പുഴുവിനെ വിട്ട് ആ മരത്തിൻ്റെ ഒറ്റടി അങ്ങോട്ട് കളഞ്ഞു. അപ്പോൾ യോന പ്രവാചകൻ പറഞ്ഞു, ഇതെന്തൊരു കഷ്ടം, ഇത് ആളിടയ്ക്കിടയ്ക്ക് പറഞ്ഞു എന്നെ ഒന്ന് കൊല്ലേ, എന്നെ ഇങ്ങോട്ട് കൊല്ലേ, ആ ഭാഗം ടോക്കാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഈ മരം പോയപ്പോൾ ദൈവം ചോദിച്ചു, യോന പ്രവാചകൻ ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മരം അങ്ങോട്ട് ഉണ്ടാക്കി അത് അങ്ങോട്ട് നശിച്ചു പോയി, ഇത് എന്തൊരു കഷ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീയാണോ അത് നട്ടാൻ? അല്ല, നീ അല്ല നട്ടാൻ, നീ ഒന്നും ചെയ്തില്ല. ഒരു ദിവസത്തിൽ ഇത് വന്ന് നിനക്ക് തണൽ തന്ന് പിറ്റേ ദിവസം അത് പോയപ്പോൾ നിനക്ക് അത് ഇത്ര വിഷമമാണ്, അല്ലെങ്കിൽ അതിനോട് നിനക്ക് എന്ത് ഇത്ര കാര്യമാണ്. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ഇത്ര 1,200,000 പരം ജനങ്ങൾ, എൻ്റെ മക്കൾ അവിടെ ഉണ്ട്, അവർ നശിച്ചു പോകുന്നതിലൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അവരോട് നിനക്ക് ഈ മരത്തിനോട് തോന്നിയ കരുണ, അതുപോലെ എനിക്കൊരു കരുണ അവരോട് തോന്നിക്കൂടെ? അപ്പോൾ എന്തുകൊണ്ട് ആ കരുണ തോന്നി? അവരവരുടെ ജീവിത രീതികൾ വിട്ട് ചാക്കണിഞ്ഞ് ചാരം പൂശി ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് കരുണ കാട്ടിയത്. അപ്പം നമ്മൾ ഈ കുരിശ്, ഈ കരിക്കുറി എന്തിന് തുടങ്ങും? അപ്പം ഇനിയുള്ള 50 ദിവസം, അപ്പോൾ നോമ്പിൻ്റെ ടൈമാണ്. അപ്പോൾ അന്ന് അവരവരുടെ ജീവിത രീതികൾ ഇതും വെടിഞ്ഞ് ചാരം പൂശിയിരുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ നോമ്പ് തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ദൈവത്തെ വേദനിപ്പിക്കുന്നത്, അതുപോലെ നമുക്ക് ഇട്ട് കളയാൻ പറ്റാതായ ഓരോ പാപങ്ങൾ, അത് നമ്മൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഫുഡ് തിന്നരുത്, ഇത് ഒന്നും തിന്നരുത് പറയണ്ടേ. ഇപ്പോൾ ഭക്ഷണത്തിലും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വലിച്ചു വാരി തിന്നാനും പാടില്ല, അതൊരു പാപം തന്നെയാണ്, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തിന്നണോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. അത് ആ നേരത്ത് ഇപ്പോൾ ദൈവം ഈശോ 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷമാണ് ഈ പിശാചിനെ തകർക്കുന്നത്. അപ്പോൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അത് വളരെ ഒരു ശക്തിയുണ്ട്. അപ്പോൾ ആത്മാവിന് വേണ്ടി മാത്രമായിട്ട് ശക്തിപ്പെടുത്താനുള്ള രീതിയാണ് ഉപവാസം ഇതൊക്കെ. അപ്പോൾ ഇവർ ഉപവസിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സയൻറ്റിഫിക് പ്രകാരം വെച്ച് നോക്കുമ്പോഴായാലും നമ്മൾ മാംസം അത് ഇതൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഓരോ പാരസൈറ്റ് കാര്യം. ഇപ്പോൾ നമ്മൾ 6 മാസം കൂടുമ്പോൾ ഒരു മരുന്ന് തന്നെ വയറ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലത്തെ തന്നെ ഓരോ പാരസൈറ്റ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം. അപ്പോൾ അതൊക്കെ ബോഡിയിൽ നിന്ന് പോയാലാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതിനൊരു ശക്തി ഉണ്ടാവുക. അതിനാണ് ഉപവാസം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ദിവസം ഈ കരിക്കുരി അണിഞ്ഞ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇപ്പോൾ മാംസങ്ങളായാലും നമ്മളങ്ങോട്ട് വെടിയും, അതങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കും ഒരു 50 ദിവസത്തേക്ക്. എന്നിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മുടെ ജീവിത രീതി മാറ്റി ആൾക്ക് വേണ്ടിയിട്ട് ത്യാഗം നമ്മൾ എടുക്കും. അപ്പോൾ അതിന് പ്രതിഫലമായി കരുണ ദൈവത്തിൽ നിന്ന് ലഭിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ അവരെന്തുകൊണ്ട് ചാരം പൂശിയിരുന്നു ചോദിച്ചാൽ, മനുഷ്യൻ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ വെറും ചാരമാണ് നമ്മൾ. അത് അവർ മനസ്സിലാക്കി, രാജാവ് വരെ അത് മനസ്സിലാക്കി, അത് ആൾക്കറിയാം. അപ്പോൾ ആളെത്രത്തോളം ഭയന്നു ദൈവത്തെ. അതുകൊണ്ടാണ് ആൾ ആ രാജവസ്ത്രം വരെ വെടിഞ്ഞിട്ട് ചാക്കിട്ടിട്ട് കരിയും പൂശിയിരുന്നത്. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് നമ്മൾ ഈ കരിക്കുറി ആഘോഷിക്കുന്നത്, അല്ല ആചരിക്കുന്നത്. അതിപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ത്യാഗം ദൈവത്തിനായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് നശിപ്പിച്ചില്ല, അത്രത്തോളം സ്നേഹമുണ്ട്. അപ്പോൾ പ്രവാചകൻ പോലും വിചാരിച്ചത് നശിപ്പിക്കും, ആളാ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കും. പക്ഷെ അവരുടെ ആ ഒരു മാറ്റം, അവരുടെ ആ നിനിവേക്കാരുടെ ഒരു മാറ്റം, അത് ദൈവത്തെ മനസ്സിനെ അങ്ങോട്ട് മാറ്റി.
അപ്പോൾ ഒരിക്കലും നമ്മുടെ സമയം തീരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എപ്പോൾ നമ്മൾക്കൊരു മാറ്റം നമ്മൾ കൊണ്ടുവരുന്നോ അന്ന് ദൈവം നമ്മളെ തൊടും. ഇപ്പോൾ മരിക്കണ വരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ജീവിത രീതികളൊക്കെ മാറ്റി ഇതിൽ വരണം. അപ്പോൾ ഈ കുഞ്ഞെ നോമ്പ് 50 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ് നമുക്ക് 50 ദിവസം നോമ്പ്. പക്ഷെ ആ ഒരു നോമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു കരുണയും അതിൻ്റേതായ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും. അപ്പോൾ നമ്മളെല്ലാവരും ഇനി എന്തെങ്കിലും ഒരു കാര്യം നോമ്പെടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ദൈവത്തിനായിട്ട് ഇത്തിരി ത്യാഗം അങ്ങോട്ട് സഹിക്കാൻ മനസ്സിലായ. അപ്പോൾ അങ്ങനെ നമുക്ക് കരുണയും അങ്ങനെ ഇല്ല, അതുപോലെ തന്നെ പല അനുഗ്രഹങ്ങളും ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം വളരും. അപ്പോൾ അതിലൂടെ നമുക്ക് പിന്നെ സ്വർഗത്തിലേക്ക് എത്താം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.